പോയാലോ? ഇങ്ങോട്ട് പോവാ. 20 ഉണ്ട്. എല്ലാ ദിവസവും ഞാൻ 20 റുപ്യ കൊണ്ടുവന്നിട്ട് എന്താ അപ്പം ഈ വിചാരിക്കേ? എൻ്റെ ഇന്ന് 100 റുപ്യ ഉണ്ട്. നിനക്കറിയാ എനിക്ക് സക്കാത്ത് പൈസ ഇട്ടിറാ. സക്കാത്ത് പൈസ പുതിയ ഡ്രസ്സൊക്കെ ഉണ്ടോ? പുതിയ ഡ്രസ്സ് പെരുന്നാളിന് വാങ്ങിയതാ. പുതിയ ഡ്രസ്സ്. അങ്ങോട്ട് ചുറ്റിക്കറങ്ങാൻ പോവാ. നന്ദിയ മോനെ, എന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിരിക്കുന്നു പൈസയായിട്ട് ഇഞ്ച പോരയിലേക്ക് വരരുത്. അന്ന് വണ്ടി കൊണ്ടോ ഇടിച്ചിട്ട് 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്നത്. അങ്ങനെ തെങ്ങി 100 റുപ്യ ആയിട്ട് ഇന്ന് ഇഞ്ച പോരയിലേക്ക് വരുന്നു. നന്ദിയ മോനെ പോവാ. എത്ര റുപ്യുണ്ട്? എന്താ എന്തിനാ മോനി അങ്ങനെ പറയുന്നു? വിചാരിച്ചാ പാട്ടാ പോവുക. ഇത്ര നേരം ചാടലിക്കാൻ സോറി 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 പോവാ. ഓക്കെ, 100 റുപ്യ ഉണ്ട്. 50 റുപ്യക്ക് 50 റുപ്യക്ക്. ഇത്ര നേരം എന്തായി മോൻ ഇളക്കിയോട് പറഞ്ഞ് ഞാൻ ചിരിക്കണം. അതിൻ്റെ മോനെ പോവാ. ഇപ്പം പോവാ. ഇപ്പം ഒരു സമാധാനമായി. ഇപ്പം വണ്ടി ഓട്ടാനൊക്കെ പഠിച്ചല്ലോ. അവിടെ നിർത്തണം. അവിടെ നല്ല തട്ടുപീടിയുണ്ട്. ഒരു കാൽ ചായ, 2 പാൽ ചായ, 2 ഉള്ളിവടയും തിന്നാം. എനിക്കെന്താ വെച്ചാൽ വാങ്ങിക്കോ. ഞാൻ ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കട്ടാ. എന്താ അതിൻ്റെ അടുത്തൊരു കരിമ്പ് ജ്യൂസ് വെക്കുന്ന വീടിയുണ്ട്. എന്താ ഒരു കരിമ്പ് ജ്യൂസ് ഒറ്റ ഒന്ന് മതി. ഏട്ടാ, ഒരു കരിമ്പ് ജ്യൂസിന് എത്ര? 70 റുപ്യ ഒരു കരിമ്പ് ജ്യൂസിനോ? അപ്പം എനിക്ക് പോകുമ്പോൾ ഓന് 70. അങ്ങനെ കിട്ടാൻ പറ്റൂല. എന്നെങ്കിൽ കരിമ്പ് ജ്യൂസ് ക്യാൻസൽ. ഓക്കെ ഓക്കെ. എന്താണ് എനിക്ക് വാങ്ങി തരാൻ? എന്തു ഇഷ്ടം? 70 റുപ്യയിലാണ് ബാക്കി 30 മണിക്ക് എടുത്തു തുടങ്ങിയോ? കരിമ്പ് ജ്യൂസ് 30 എനിക്കോ 70 എനിക്കോ? അപ്പം എങ്ങനെ കണക്ക് ശരിയാവും? 50 ഞാൻ കൊണ്ടുവന്നു. ഭയങ്കര മോനെ, ഇനി എനിക്ക് ഒരു ഉപ്പ് ഞാൻ വാങ്ങി തരില്ല. 5 തൊണിച്ച് നോണ്ടില്ല. അതുകൊണ്ടത് അവിടുന്ന് പരിപ്പ് വട പാൽ ചായം കുടിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. കരിയാവണ്ട തിന്നാൻ. അതാ വരുന്നുണ്ട്. എന്തെങ്കിലും വാങ്ങിയെന്ന് ചോദിക്കണം. അല്ല എൻ്റെ പേര് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. എന്താ എന്തിനാ വിളിച്ചു? നാളെ നിന്ന് തിന്ന് വന്നു പോയിപ്പെട്ടോ. എന്ത് പരിപ്പ് വട വേണോ? ഇപ്പം വാങ്ങിച്ചു തന്നെ. ഉണ്ടപ്പൊരി ചായ എൻ്റെടാ പോയി തിന്നോ. ആരമുട്ടായോ? എന്ത് ഇതേ ഉള്ളൂ? നാരമുട്ടായ തെങ്ങിന് കിട്ടിയില്ലേ? പോവാ. ഹായ്, അതവിടെ ചാണകക്കുണ്ട്. പശുവിൻ്റെ കുണ്ടിൻ്റെ അടുത്തൊന്നുമില്ല. അവിടെ പോയി കറക്റ്റ് വിൽക്കണം. അവിടത്തേക്ക് ഈ പ്ലേസിൽ ഞാൻ കഥ ഞാൻ കളിക്കുന്ന കളി കളിച്ചു. കീറിയെന്നാണ് തോന്നുന്നത്. ഓക്കെ, അടുത്ത് കണക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. അവിടെ നിർത്തണോ? ശരി, നിർത്താം. ഇതെങ്ങോട്ടാ ഞാൻ കൊണ്ടുവന്നത്? പശുവിനെ തൊട്ടിയ ധൈര്യം ഉണ്ടെങ്കിലും എൻ്റെ വാപ്പനെ വിളിച്ചിടല്ലേ. ഞാൻ തൊട്ട് കാണിച്ചത് അതിനെ. പുതിയ ഡ്രസ് അങ്ങനെയുണ്ട്. കറായില്ലേ? രസമുണ്ടോ? രസമുണ്ടേ. എന്തായാലും മൂടാവട്ടെ. കറായിക്ക് രസമില്ലാന്ന് പറയുന്നു. ചാണകക്കുണ്ട്. എത്ര ഇറങ്ങിയപ്പോഴും എൻ്റെ മോനെ എൻ്റെ കാറുന്നു. ഊട്ടി വന്നാൽ മതി പോരലേക്ക്. ഇപ്പം ഏതാ സ്ഥലം? കക്കോടിന്ന് പാലത്ത് വരെ ഓടി വന്നാൽ മതി. എത്ര കാറിൻ്റെ അടുത്ത് ഓടാൻ നോക്കിയാലും എത്തൂല. അമ്മാതിരി സ്പീഡിലാണ് പോവുക.
ഇറങ്ങിപ്പോണം നയ്യാ മോനെ. അയ്യാ പോരാ. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ്. റിഷാദ് എന്ന് പറഞ്ഞൊരു കുട്ടി ചാണകക്കുണ്ടിൽ വീണ് ശ്വാസം കിട്ടാണ്ട് മരിച്ചു. അതിന് കാരണം നമ്മൾ സിയാണെന്ന് തിരിച്ചിരിക്കും. സിയ അങ്ങോട്ട് വന്നോളൂ. ഒന്നാമത് ചവിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ചാണകക്കുണ്ടിൽ വീണ് ആള് ന്യൂസ് അറിയിക്കാനാണ് ഞാൻ ഇപ്പോൾ ന്യൂസ് വരുത്തിയത്. അല്ല, ന്യൂസ് ഉണ്ടാക്കി ഇവരൊക്കെ റിപ്പോർട്ടറൊക്കെ വിളിച്ച് ഇങ്ങോട്ട് വരുത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ബൈ ബൈ. ചാണകക്കുട്ടിൽ വീണാനേ അസ്സലാമലൈക്കും. ഞാൻ പോട്ടെ.